പക്ഷെ ഒരുത്തരുടെ കയ്യിൽ കയറി പിടിച്ചപ്പോ അവൻ കൊടുത്തൊരു അടി കാണുമായിരുന്നു. ഡാഡി, ഞാൻ ഡാഡിയോടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ, അതിനിടയ്ക്ക് എന്താ ആലോചിക്കുന്നേ? ഞാൻ എവിടെ നിർത്തിയേ? അടിച്ചില്ലേ? ഡാഡി, കരാട്ടെ അറിയോ? എനിക്കറിയില്ലപ്പാ. ഡാഡിക്കല്ല, അവൻ അറിയോന്ന് ചോദിച്ചേ. അത് അവനോടല്ലേ ചോദിക്കണ്ടേ? മര്യാദക്ക് സംസാരിക്കണം. എനിക്കറിയില്ല. എന്താടി അറിയാത്തത്? നിന്റെ അടുത്ത് വന്ന് ഹീറോ കളിച്ചിട്ട് പോയവരെ നീ അറിയില്ലെന്നോ? സത്യമായിട്ട് എനിക്കറിയില്ല. നമ്മുടെ അണ്ണനെ അടിച്ചിട്ട് ഇവളോട് സംസാരിക്കുന്ന ഞാൻ കണ്ടതാ. ഇവള് നുണ പറയാ. ഏത് ഏരിയ? ഇന്ദിരാനഗർ. താൻ താമസിക്കുന്ന ഏരിയ അല്ല ചോദിച്ചത്, അവന്റെ ഏരിയയാ. അതൊന്നും എനിക്കറിയില്ല ബ്രദർ. കുടുംബത്തോടെ നുണ പറയുന്നോ? ഒന്ന് തന്നാലുണ്ടല്ലോ. ഏത് ഏരിയ എന്നൊന്ന് പറഞ്ഞു കൊടുക്കുമോളെ. എനിക്കതല്ല, എങ്ങനെ അറിയും? അവനെ ഞാൻ ഇന്നലെ ആദ്യമായിട്ട് കണ്ടത്. ഇവളോടൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? നമ്മുടെ കൈപ്പെടാതെ എവിടെ പാനാ? അമ്പക്ക് തപ്പാ. എന്താ മോളെ ഇതെല്ലാം? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടണ്ടെന്ന്. നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും താങ്ങാൻ കഴിയില്ല. ഇപ്പൊ നോക്ക്, കണ്ണി കണ്ട റൗഡിയൊക്കെ വീട്ടിൽ കയറി വന്നു തുടങ്ങി. ഏയ് ചാരു, നിന്നോടാ. എന്താ ഡാഡി? തോമസ് വെറുതെ എന്ത് ചുമ്മാരിക്കാൻ? എടാ ഉടക്കാനുള്ള പരിപാടിയാണോ? തോമസ് വെറുതെ എന്തിനാ റോഡിൽ കിടന്ന് ബഹളോ? നീ എന്താ പുതിയ ഡയലോഗ് ഇറക്കണേ ഈ ചെറ്റകളുടെ അടുത്ത്? എന്താടാ കളി ഞങ്ങളുടെ അടുത്താ? തോമസ് ഓടാ ഓട്. ശരി വാ തോമസ്, തിരിഞ്ഞു നോ. കയ്യിലിട്ടൂള് സൂക്ഷിച്ച്. തോമസ് അത് എടുക്കടാ. അതെടുക്കാനാ പറഞ്ഞത്. എന്താടാ? ഓടിക്കോ.
എന്ത് ചോദിച്ചാലും അറിയില്ല അറിയില്ല എന്ന് പറയണ. കത്തി കൊണ്ട് കുത്തിയിരിക്കുന്നു, രണ്ടിടത്ത് മുറിവുണ്ട്. ആരാണ് അവൻ? ഏത് ഏരിയ വന്നവനാ? നിനക്കറിയോ ഇല്ലയോ? അത് പുതിയങ്ങാടി. ആര്? ഷാജിയോ? അവൻ ഉടനെ വിളിക്കടാ. അവൻ അത്രയ്ക്ക് ധൈര്യോ? അത് തിരും നമ്മുടെ ആളാണെന്ന് അയാൾക്കറിയില്ലണ്ണ. പിന്നെന്താ പ്രശ്നം? നമ്മളിൽ ഒരാളാണ് അടിച്ചിട്ടിരിക്കണേ, അതും തിരുവിനെ. അതും കണ്ടോണ്ട് ഞാൻ വെറുതെ നോക്കി നിൽക്കണ. എന്താ കാര്യം ഒന്ന് പറഞ്ഞ് തുലക്കടാ. ഇല്ലണ്ണ, അത് വന്ന് അത് പിന്നെ പറയടാ. ഒന്നുമില്ലണ്ണ, തോമസ് കുടിച്ച് ബോധമില്ലാണ്ട് ഒരു പെണ്ടെ കൈ കയറി പിടിച്ചു. അതാണ. എല്ലാം സോൾവ് വേണ, എല്ലാം സോൾവ് വേണ. ഞാൻ നോക്കിക്കോളാം, എല്ലാം സോൾവ് വേണ. ഞാൻ നോക്കിക്കളാണ്. ഓ, എന്തിനാടാ ഇങ്ങനെ നാണം കെടുത്തണേ? ശരി ശരി, തിരുവിന് വല്ല കാശിനും ആവശ്യമുണ്ടെങ്കിലേ വീട്ടിൽ വന്ന് വാങ്ങിച്ചു. ശരിയണ്ണ.